കാലത്തെ മനുഷ്യൻ രണ്ട് രീതിയിൽ അനുഭവിച്ചു. ഒന്ന് സൂര്യന്റെ താളത്തിൽ, മറ്റൊന്ന് ചന്ദ്രന്റെ താളത്തിൽ. സൂര്യൻ മനുഷ്യന് പ്രവർത്തനം പഠിപ്പിച്ചു. എഴുന്നേൽക്കാൻ, സൃഷ്ടിക്കാൻ, പോരാടാൻ, നിർമ്മിക്കാൻ. അത് വ്യക്തതയുടെ അഗ്നിയായിരുന്നു. പകൽ, ദിശ, കൃത്യത, നിയമം, അളവ് എല്ലാം സൂര്യചക്രത്തിൽ നിന്നാണ് മനുഷ്യസഭ്യത രൂപപ്പെട്ടത്. പക്ഷേ ചന്ദ്രൻ മറ്റൊരു ഭാഷ പഠിപ്പിച്ചു. ശാന്തതയുടെ ഭാഷ, അന്തരബോധത്തിന്റെ ഭാഷ, തിരമാലകളെ പോലെ ഉയർന്നിറങ്ങുന്ന വികാരങ്ങളുടെ ഭാഷ. ചന്ദ്രചക്രം മനുഷ്യനെ ഓർമ്മിപ്പിച്ചത് ജീവിതം എല്ലായ്പ്പോഴും നേരെ പോകുന്ന രേഖയല്ല, അത് ആവർത്തിക്കുന്ന ഒരു താളമാണ്. പുരാതന ജീവിതരീതിയിൽ മനുഷ്യൻ പ്രകൃതിയുടെ താളത്തിൽ ജീവിച്ചു. വിത്ത് വിതയ്ക്കാനുള്ള സമയം, വിശ്രമിക്കാനുള്ള സമയം, ധ്യാനിക്കാനുള്ള സമയം എല്ലാം ആകാശചക്രങ്ങളുമായി ബന്ധപ്പെട്ടു. അവർ സമയത്തെ മണിക്കൂറുകളിൽ മാത്രം കണ്ടില്ല, സ്പന്ദനമായി അനുഭവിച്ചു. പിന്നീട് മനുഷ്യൻ രേഖീയ സമയത്തിലേക്ക് മാറി. ഘടികാരത്തിന്റെ സമയം ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി. വേഗം വർദ്ധിച്ചു, മത്സരം വർദ്ധിച്ചു. പ്രകൃതിയുടെ താളത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു. രാത്രിയും പകലും ഒരുപോലെ ആയി. ശരീരത്തിന്റെ സ്വാഭാവിക വിശ്രമചക്രം തകർന്നു. മനസ്സ് സ്ഥിരമായ ഉത്തേജനത്തിൽ കുടുങ്ങി. സിദ്ധർ പറഞ്ഞത്, സൂര്യനും ചന്ദ്രനും ആകാശത്ത് മാത്രം ഇല്ല, അവ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ട്. ഉള്ളിലെ സൂര്യൻ എന്നത് ബോധപൂർവമായ പ്രവർത്തനം, ഇച്ഛാശക്തി, ക്രമശീലം, തീരുമാനം. ഉള്ളിലെ ചന്ദ്രൻ എന്നത് പ്രതിഫലിക്കുന്ന മനസ്സ്, സ്വപ്നം, അന്തർബോധം, ശാന്തത. മനസ്സ് നിശ്ചലമാകുമ്പോൾ ആ അന്തരചന്ദ്രൻ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു എന്ന് അവർ പറഞ്ഞു. സൂര്യൻ മാത്രം കൂടുതലായാൽ മനുഷ്യൻ കഠിനനാകും. ചന്ദ്രൻ മാത്രം കൂടുതലായാൽ മനുഷ്യൻ ദിശയില്ലാതെ ഒഴുകും. ഇരുവരുടെയും സമതുലിതാവസ്ഥയിലാണ് സമ്പൂർണ്ണത. പ്രവർത്തനവും വിശ്രമവും, തർക്കവും അന്തർബോധവും, പകലും രാത്രിയും, പുരുഷത്വവും സ്ത്രീത്വവും. ഇവ തമ്മിൽ യുദ്ധമല്ല, ഇവ തമ്മിലുള്ള ഐക്യമാണ് ജീവിതത്തിന്റെ രഹസ്യം. അതിനാലാണ് പഴയ ജ്ഞാനം പറഞ്ഞത്, സൂര്യനൊപ്പം ജീവിക്കൂ, ചന്ദ്രനൊപ്പം ഒഴുകൂ, അവയെ അതിജീവിച്ച് സ്വയം തിരിച്ചറിയൂ. കാരണം ബ്രഹ്മാണ്ടം പുറത്തുള്ള ഒരു കണ്ണാടി അല്ല, നിന്റെ ഉള്ളിലെ ബോധത്തിന്റെ പ്രതിഫലനമാണ്. നീ കാണുന്നത് ലോകമല്ല, നിന്റെ ഉള്ളിലെ അവസ്ഥയാണ്. പുരാതന സിദ്ധധ്യാനത്തിൽ പുരുഷനും സ്ത്രീയും രണ്ട് ശരീരങ്ങൾ മാത്രമല്ല, രണ്ട് ഊർജങ്ങൾ ആണ്. സൂര്യനും ചന്ദ്രനും പോലെ. ഒന്ന് പ്രവർത്തനത്തിന്റെ അഗ്നി, മറ്റൊന്ന് ശാന്തതയുടെ പ്രകാശം. പുരുഷശക്തിയെ അവർ സൂര്യനോട് ഉപമിച്ചു. ദിശ നൽകുന്ന ശക്തി, സംരക്ഷിക്കുന്ന ശക്തി, നിർമ്മിക്കുന്ന ശക്തി, പുറംലോകത്തെ നേരിടാൻ മുന്നോട്ടു പോകുന്ന അഗ്നി. സ്ത്രീ ശക്തിയെ അവർ ചന്ദ്രനോട് ഉപമിച്ചു. അന്തരബോധത്തിന്റെ പ്രകാശം, സ്നേഹത്തിന്റെ പ്രവാഹം, സൃഷ്ടിയുടെ ഗർഭം, ഹൃദയത്തെ ശാന്തമാക്കുന്ന സൗമ്യത. പക്ഷേ പഴയ ജ്ഞാനം പറഞ്ഞത്, ഇവ തമ്മിൽ മത്സരം വേണ്ടതല്ല, ആധിപത്യം വേണ്ടതല്ല, പരസ്പരം പൂർത്തിയാക്കാനാണ് ഇവ ഉണ്ടായത്. സൂര്യൻ മാത്രം ഉണ്ടായാൽ ഭൂമി വരണ്ടുപോകും, ചന്ദ്രൻ മാത്രം ഉണ്ടായാൽ വളർച്ച നിശ്ചലമാകും. പകലും രാത്രിയും ചേർന്നാലാണ് ജീവൻ നിലനിൽക്കുന്നത്. അതുപോലെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഐക്യത്തിലാണ് ജീവിതത്തിന്റെ സമതുലിതാവസ്ഥ. ഒരു സ്ത്രീക്ക് വേണ്ടത് എല്ലായ്പ്പോഴും ഉപദേശം അല്ല, ആദ്യം കേൾക്കുന്ന ഒരു ഹൃദയം, അവളുടെ വികാരങ്ങളെ ചെറുതാക്കാതെ മനസ്സിലാക്കുന്ന ഒരാൾ, അവളുടെ സ്വാഭാവിക ചക്രങ്ങളെ ആദരിക്കുന്ന ഒരു സാന്നിധ്യം, അവൾ സുരക്ഷിതമായി വിരിയാൻ കഴിയുന്ന ഒരു ഇടം. അതുപോലെ ഒരു പുരുഷനും എല്ലായ്പ്പോഴും യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അവനും ശാന്തത തേടുന്നു. അവന്റെ പരിശ്രമം അംഗീകരിക്കുന്ന ഒരു ഹൃദയം, അവനെ മാറ്റാൻ ശ്രമിക്കാതെ വളരാൻ പ്രചോദനം നൽകുന്ന ഒരാൾ, പുറത്തെ ലോകത്തിന്റെ ശബ്ദത്തിൽ നിന്ന് വിശ്രമിക്കാൻ കഴിയുന്ന ഒരു ബന്ധം. സ്നേഹം നിയന്ത്രണം അല്ല, സ്നേഹം കൈവശപ്പെടുത്തലും അല്ല. രണ്ട് ആത്മാക്കൾ പരസ്പരം ബഹുമാനിച്ച് വളരാൻ തീരുമാനിക്കുന്ന യാത്രയാണ്. സിദ്ധർ പറഞ്ഞത്, യഥാർത്ഥ ഐക്യം ആദ്യം ഉള്ളിൽ തുടങ്ങണം. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ സൂര്യനും ചന്ദ്രനും ഉണ്ട്. പ്രവർത്തനവും വിശ്രമവും, തർക്കവും വികാരവും, അഗ്നിയും ജലവും.
ഉള്ളിലെ ഈ രണ്ട് ശക്തികളും സമതുലിതമായാൽ മാത്രമേ പുറത്തുള്ള ബന്ധവും സമതുലിതമാകൂ. അതുകൊണ്ട് ബന്ധം എന്നത് രണ്ട് പാതികൾ ഒന്നാകുന്നത് അല്ല, രണ്ട് സമ്പൂർണ്ണ മനുഷ്യർ പരസ്പരം തിരഞ്ഞെടുക്കുന്നതാണ്. അവസാനം, പുരുഷനും സ്ത്രീയും ശത്രുക്കൾ അല്ല, ഒരുമിച്ച് പ്രകാശിക്കാൻ ജനിച്ച രണ്ട് ദീപങ്ങൾ ആണ്. ബഹുമാനം അടിസ്ഥാനം ആകുമ്പോൾ, വിശ്വാസം വേരാകുമ്പോൾ, സ്നേഹം വഴികാട്ടിയാകുമ്പോൾ ജീവിതം ഒരു വിശുദ്ധ യാത്രയായി മാറുന്നു. മനുഷ്യന്റെ ഉള്ളിൽ രണ്ട് അടിസ്ഥാന പ്രവാഹങ്ങൾ ഉണ്ടെന്ന് സിദ്ധർ പറഞ്ഞു. ഒന്ന് നിശ്ചല ബോധം, മറ്റൊന്ന് ചലിക്കുന്ന ജീവശക്തി. ഈ രണ്ടിന്റെ സമതുലിതാവസ്ഥയാണ് യഥാർത്ഥ ആരോഗ്യവും ആത്മശാന്തിയും. മനസ്സ് എല്ലായ്പ്പോഴും പുറത്തേക്ക് ഓടുമ്പോൾ മനുഷ്യൻ ക്ഷീണിക്കുന്നു. എന്നാൽ ബോധം ഉള്ളിലേക്ക് തിരിയുമ്പോൾ അവൻ തന്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാൻ തുടങ്ങുന്നു. ജീവശക്തി വെറും ശരീരശക്തിയല്ല, അതുതന്നെയാണ് ചിന്തയായി, വികാരമായി, സൃഷ്ടിപരമായ കഴിവായി, ആത്മബോധമായി മാറുന്നത്. അറിയാതെ ജീവിക്കുമ്പോൾ ഈ ശക്തി ആസക്തികളിലേക്കും ഭയങ്ങളിലേക്കും ചിതറിപ്പോകും. ബോധത്തോടെ ജീവിക്കുമ്പോൾ അതേ ശക്തി വ്യക്തതയും സമാധാനവും ഉള്ളിലെ തീയും ആകുന്നു. സിദ്ധർ ശരീരത്തെ ഒരു ചെറിയ പ്രപഞ്ചമായി കണ്ടു. ശ്വാസം വെറും വായു കൈമാറ്റമല്ല, അത് ശരീരവും മനസ്സും തമ്മിലുള്ള പാലമാണ്. ശ്വാസത്തിന്റെ പ്രവാഹം മാറുമ്പോൾ ചിന്തയും മാറുന്നു. അതുകൊണ്ടാണ് അവർ ധ്യാനം, ശ്വാസനിയന്ത്രണം, മൗനം, പ്രകൃതിയോടുള്ള ഐക്യം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയത്. മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഉറങ്ങിയ അവസ്ഥയും ഒരു ഉണർന്ന അവസ്ഥയും ഉണ്ടെന്ന് അവർ പറഞ്ഞു. ഉറങ്ങിയ അവസ്ഥയിൽ മനുഷ്യൻ വെറും ഇന്ദ്രിയങ്ങളുടെ അടിമയായി ജീവിക്കും. ഉണർന്ന അവസ്ഥയിൽ അവൻ തന്റെ ചിന്തകളെ കാണാൻ തുടങ്ങും. കോപം വരുമ്പോൾ പോലും അത് കാണുന്ന ഒരാൾ അവന്റെ ഉള്ളിൽ ഉണരുന്നു. അവിടെയാണ് ആന്തരിക യാത്ര ആരംഭിക്കുന്നത്. സൂര്യനും ചന്ദ്രനും വെറും ആകാശത്തിലെ ഗ്രഹങ്ങൾ മാത്രമല്ലെന്ന് സിദ്ധർ കരുതി. അവ മനുഷ്യന്റെ ഉള്ളിലെ രണ്ട് സ്വഭാവങ്ങളാണ്. ഒന്ന് പ്രവർത്തനത്തിന്റെ തീ, മറ്റൊന്ന് ശാന്തതയുടെ ജലം. ഇവ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകും. ഇവ തമ്മിൽ ഐക്യം സംഭവിക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ സമാധാനം വിരിയും. അവർ പറഞ്ഞ ഏറ്റവും വലിയ രഹസ്യം ഇതായിരുന്നു: മനുഷ്യൻ അന്വേഷിക്കുന്ന ദൈവികത പുറത്തല്ല, അവന്റെ സ്വന്തം ബോധത്തിന്റെ ആഴങ്ങളിൽ തന്നെയാണ്. ശരീരം ക്ഷേത്രം, ശ്വാസം വഴി, ബോധം പ്രകാശം, ജീവൻ തന്നെ ദൈവികത.